ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് 50 അടി പൊക്കമുള്ള ഒരു ഗ്യാങ് ലീഡറിനെയാണ്. ഇയാളുടെ പേര് എഡ്ഡി ബ്ലാക്ക്. അയാളിപ്പോൾ അയാളുടെ കാറിന്റെ അടുത്ത് നിന്ന് ആരോടും വല്ലാണ്ട് ദേഷ്യപ്പെട്ട് ഫോണിൽ സംസാരിക്കുകയാണ്. അയാളിപ്പോൾ ഫോണിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തർ എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു, എന്റെ പ്രോപ്പർട്ടി അവന് വേണമെന്ന് പറഞ്ഞിട്ട്. എന്റെ ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ എനിക്കെന്താ വട്ടാണോ? അവനിനി ഏത് കൊണാണ്ടറാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല, അവനിങ്ങ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്, വരട്ടങ്ങട്ട് അവന്റെ പണി ഞാൻ തീർക്കുന്നുണ്ട് എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ ഫോണിൽ പറയുന്നത്. ഈ സമയത്താണ് അയാളുടെ ഒരു അസിസ്റ്റന്റ് വന്നിട്ട് അമ്മാരിങ്ങോട്ട് എത്തി എന്ന കാര്യം എഡ്ഡിയുടെ അടുത്ത് പറയുന്നത്. അതിന് തുറന്ന് അയാൾ ഫോൺ കട്ട് ചെയ്തു. ഈ എഡ്ഡിയാണെങ്കിൽ ഭയങ്കര അഹങ്കാരത്തിലാണ്, തന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല എന്നുള്ള നിലയിൽ. അയാളിപ്പോൾ സ്വയം പറയുന്നത് റിയൽ എസ്റ്റേറ്റ് കിങ് ആരാണെന്ന് ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അയാൾ ഒരു ചിരിയും ചിരിച്ചു. ഈ സമയം തന്നെ മറ്റേ ഗ്യാങ്ങിലെ ആൾക്കാർ 2 കാറുകളിലായിട്ട് ആ വെയർഹൌസിന്റെ അടുത്തേക്ക് എത്തി. ഈ കറുത്ത കോട്ടിട്ട നല്ല സൈസുള്ള ഒരാളെ കണ്ടില്ലേ, മുടിയൊക്കെ താഴേക്ക് ചെയ്യി വെച്ചിരിക്കുന്നത്, ഇയാളുടെ പേര് റോബർട്ട് ഡ്യൂറന്റ്. ഇയാളാണ് ഈ ഗ്യാങ്ങിന്റെ ഹെഡ്. ഈ സമയം അവർ നോക്കുമ്പോൾ എഡ്ഡിയുടെ ആൾക്കാരൊക്കെ ആ വെയർഹൌസിന് മുമ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയാൻ തുടങ്ങി. നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളൊന്ന് സെർച്ച് ചെയ്യണമെന്ന്. റോബർട്ടിന്റെ ആൾക്കാർ അത് സമ്മതിച്ചു. അതിനെ തുടർന്ന് എഡ്ഡിയുടെ ആൾക്കാർ വന്നിട്ട് ഈ റോബർട്ടിനെയും ടീമിനെയും മൊത്തത്തിൽ അങ്ങോട്ട് സെർച്ച് ചെയ്യാണ്. അവരുടെ പോക്കറ്റിൽ കുറെ തോക്കുകൾ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഉടനെ തന്നെ അവരതെല്ലാം എടുത്തിട്ട് താഴേക്കിട്ടു. എന്നിട്ടാണ് ഈ റോബർട്ടിന്റെ ആൾക്കാരെ അവരെ വെയർഹൌസിന്റെ അകത്തേക്ക് കയറ്റുന്നത്. അങ്ങനെ റോബർട്ടും ടീമും ഇപ്പൊ ആ എഡ്ഡിയുടെ അടുത്തേക്ക് എത്തി. എഡ്ഡി ഇപ്പോഴും അയാളുടെ കാറിന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവന്മാരൊക്കെ അവിടെ വന്നിങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ എഡ്ഡി ഒരു കാര്യം ചോദിച്ചു. ഈ റോബർട്ടിന്റെ കൂട്ടത്തിൽ കാലോണ്ട് വയ്യാത്തൊരുത്തനുണ്ട്, അയാൾ ഉപയോഗിക്കുന്നത് മരക്കാലാണ്, അത് ആരാണെന്നാണ് എഡ്ഡി അവിടെ നിന്ന് ചോദിക്കുന്നത്. അതിന് തുറന്ന് ആ മരത്തിന്റെ കാല് വെച്ചവൻ ആ കാലിങ്ങനെ വിരലുകൊണ്ട് മുട്ടി കാണിച്ചു കൊടുത്തു. അയാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എഡ്ഡിയും കൂട്ടരും അയാളെ കളിയാക്കി ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് റോബർട്ടിനാണെങ്കിൽ ശരിക്കും അങ്ങോട്ട് കലിച്ചു കയറി. പക്ഷെ അയാളൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എഡ്ഡി ഇപ്പൊ കാര്യത്തിലേക്ക് കടന്നു. നോക്കൂ റോബർട്ട്, എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിലൊന്നാമത്തേത്, ഞാൻ എന്റെ പ്രോപ്പർട്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, എന്നെ ഭീഷണിപ്പെടുത്തി നിന്റെ മസിൽ പവർ കാണിച്ചിട്ട് അത് വിൽപ്പിക്കാം എന്നാണ് നിന്റെ ശ്രമമെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല. ഒരുത്തിനും ഇതിനു മുമ്പ് അതിന് മുതിർന്നിട്ടുമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് വെറുതെ വന്ന പോലെ അങ്ങോട്ട് പോവാം എന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. അതായത് നിങ്ങളെല്ലാവരും ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാണ് എന്നാണ് എഡ്ഡി പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ എഡ്ഡി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് റോബർട്ടിനാണെങ്കിൽ ഒരു കൂസലുമില്ല. അയാളിപ്പം സൈഡിലേക്ക് തിരിഞ്ഞ് അയാളുടെ അസിസ്റ്റന്റിന് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. ആ സിഗ്നൽ കിട്ടേണ്ട താമസം അയാൾ താഴേക്കിരുന്ന് ആ മരത്തിന്റെ കാല് വെച്ചൊരുത്തനുണ്ടല്ലോ, അയാളുടെ ആ കാലിങ്ങോട്ട് ഊരിയെടുക്കുകയാണ്. അത് ഊരിയെടുത്ത് കഴിഞ്ഞപ്പം അത് വെറും കാലല്ലായിരുന്നു, അതിനകത്തുള്ളത് ഒരു കിടിലൻ തോക്കാണ്. അങ്ങനെ അയാളിപ്പം ആ തോക്ക് വെച്ചിട്ട് തുരുതുര ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എഡ്ഡിയും കൂട്ടരുമാണെങ്കിൽ ഈ ഒരു സംഭവം തീരെ പ്രതീക്ഷയല്ല. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ കുറെ ആൾക്കാർ മരിച്ചു പോകണം. ഇതെല്ലാം കാണുമ്പോൾ ദേഷ്യം വരുന്ന എഡ്ഡിയാണെങ്കിൽ അയാളുടെ അസിസ്റ്റൻസിന് ഒരു സിഗ്നൽ കൊടുത്തു. അതിനെ തുറന്ന് ആ വെയർഹൌസിനകത്ത് കുറെ പെട്ടികളുണ്ട്. ആ പെട്ടികളും പൊളിച്ചുകൊണ്ട് കുറെ കാറുകൾ ചാടി വീണു. അതിനകത്ത് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരെല്ലാം റോബർട്ടിനെയും ടീമിനെയും തുരുതുര ഷൂട്ട് ചെയ്യാണ്. പിന്നീട് അങ്ങോട്ട് കുറേ നേരത്തേക്ക് കാണിക്കുന്നത് ഒരു ഗംഭീര ഷൂട്ട് ഔട്ടാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ റോബർട്ടിന്റെ ആൾക്കാർ ആ കാറിലുണ്ടായിരുന്ന ആൾക്കാരെയും കൊന്നുകളഞ്ഞു. അങ്ങനെ എല്ലാവരെയും കൊന്നുകളഞ്ഞ് ഇപ്പൊ എഡ്ഡി മാത്രമാണ് ബാക്കിയുള്ളത്. അയാൾക്കാണെങ്കിൽ ഇനി എന്താണ് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ റോബർട്ടിന്റെ നിർദ്ദേശപ്രകാരം അയാളുടെ 2 ആൾക്കാർ ചെന്ന് എഡ്ഡിയെ പിടിച്ചു. ഈ സമയം റോബർട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു ചുരുട്ടെടുത്തു. എന്നിട്ട് അത് കട്ട് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് ആ ചുരുട്ട് വലിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ചുരുട്ടും വലിച്ചുകൊണ്ട് അയാൾ എഡ്ഡിയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അയാൾ പറയുന്നത്, ഇപ്പൊ നീ നിന്റെ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇനി ഞാൻ എന്റെ കാര്യങ്ങൾ പറയാം. എനിക്ക് 3 കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ ഞാനത് പറയുമ്പം നിന്റെ ഓരോരോ വിരലുകൾ ഞാൻ കട്ട് ചെയ്യും എന്നും പറഞ്ഞ് ആ ചുരുട്ട് കട്ട് ചെയ്യുന്ന സാധനം വെച്ചിട്ട് അയാൾ എഡ്ഡിയുടെ ആദ്യത്തെ വിരൽ കട്ട് ചെയ്തു. ഒന്നാമത്തെ കാര്യം, നീ ഒരിക്കലും എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും വിജയിക്കാറില്ല. രണ്ടാമത്തെ വിരൽ കട്ട് ചെയ്തുകൊണ്ടാണ് റോബർട്ട് ആ കാര്യം പറയുന്നത്. മൂന്നാമത്തെ കാര്യം, എനിക്ക് നിന്നോട് ഇനിയും 7 പോയിന്റുകൾ പറയാനുണ്ട്. അത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും അയാൾ എഡ്ഡിയുടെ 3 വിരലുകളും കട്ട് ചെയ്തു. ഇതെല്ലാം കൂടെ ആകുമ്പോൾ എഡ്ഡിയാണ് ഇങ്ങനെ ഉറക്കെ നിലവിളിക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, ഡാർക്ക് മാൻ. ഇനി കാണിക്കുന്നത് നമ്മുടെ ഹീറോ. ഇയാളുടെ പേര് പേറ്റൺ എന്നാണ്. ഒരു സയന്റിസ്റ്റ് ആണ് ഇയാൾ. പുള്ളി ഇപ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. അതായത് മനുഷ്യന്റെ സ്കിൻ അത് സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഈ പൊള്ളലേറ്റ ആൾക്കാരുണ്ടല്ലോ, അവരുടെ സ്കിന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തുന്നത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് സക്സസ് ആയിട്ടില്ല. അതിലുള്ള പരീക്ഷണങ്ങൾ അയാൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അവന്റെ പേര് യക്കി ടീറ്റോ. ഇപ്പൊ പേറ്റൺ ഈ യക്കി ടീറ്റോന്റെ മൂക്കിന്റെ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് അതെടുത്ത് ഒരു പ്രിന്ററിലേക്ക് വെച്ച് ആ മൂക്കിന്റെ സ്കിന്നാണ് അയാൾ ഇപ്പൊ 3D പ്രിന്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആ മൂക്ക് പ്രിന്റ് എടുത്തതിന് ശേഷം പേറ്റൺ ആ സ്കിന്നിന്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അയാളുടെ മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിക്കുകയാണ്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പം ആ സ്കിന്നെല്ലാം ഡാമേജ് ആയി. ഇതേസമയം തന്നെ യക്കി ടീറ്റോ ആണെങ്കിൽ അപ്പുറത്തിരുന്നിട്ട് സമയം ചെക്ക് ചെയ്യുന്നുണ്ട്. എത്ര സമയത്തിനുള്ളിലാണ് ഇത് ഡാമേജ് ആയത് എന്ന് പേട്ടൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ 99 മിനിറ്റ് ഇത് നിലനിൽക്കുന്നുള്ളൂ എന്നാണ്. ഇതെല്ലാം കൂടി ആയപ്പം പേട്ടന് ശരിക്കും നിരാശയായി. അയാളിപ്പോൾ പ്രിന്റ് എടുത്ത ആ മൂക്കിന്റെ അടുത്തേക്ക് വന്നു. ഈ സമയമാകുമ്പോഴേക്കും മൂക്കും മൊത്തത്തിൽ മെൽറ്റായി.
എന്തുകൊണ്ടാണ് ഇത് സ്റ്റെബിലൈസ് ആയിട്ട് നിൽക്കാത്തത് എന്ന് എത്ര ആലോചിച്ചിട്ടും അയാൾക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഈ സമയം എക്കിറ്റീറ്റോ ആണെങ്കിൽ വല്ലാത്തൊരു നിരാശയിലാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അയാളുടെ ചോദ്യം. അദ്ദേഹത്തിന് പേറ്റൻ പറയുന്നത് ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം, വളരെ സമാധാനത്തോടെ. അതിനിപ്പോൾ എത്ര സമയം എടുത്താലും വേണ്ടിയില്ല, ഇതിൽ നമുക്ക് വിജയിച്ചേ പറ്റൂ. വിജയിച്ചു കഴിഞ്ഞ പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ പിന്നെ രാജാക്കന്മാരാണ് എന്നാണ് പേറ്റൻ പറയുന്നത്. അങ്ങനെ സമയം രാത്രി പേറ്റനൊപ്പം അവന്റെ വീട്ടിലേക്ക് എത്തി. ഇവനിവിടെ താമസിക്കുന്നത് ഇവന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെയാണ്. ഇവളുടെ പേര് ജൂലി. ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ് ഇവൾ ജോലി ചെയ്യുന്നത്. അപ്പൊ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നിട്ട് ടിവിയിൽ ചില പഴയ ഫോട്ടോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവനിപ്പോ ഈ താമസിക്കുന്ന റൂം ഉണ്ടല്ലോ, ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ട ഇവന്റെ ലാബ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ജോലി ഇപ്പൊ ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൾക്ക് ചില സംശയം തോന്നുന്ന ഒരു ഡോക്യുമെന്റ് അവൾക്ക് കിട്ടി. അവളിപ്പോൾ അത് നോക്കിയതിനു ശേഷം അവളുടെ ഓഫീസിലുള്ള ആരെയോ വിളിച്ച് സംസാരിക്കുകയാണ്. ഈ സമയത്താണ് അവൾക്ക് കൊടുക്കാനുള്ള കോഫിയുമായിട്ട് പേറ്റൻ അങ്ങോട്ട് വരുന്നത്. അപ്പൊ അവളുടെ മുമ്പിലിരിക്കുന്ന ആ ഡോക്യുമെന്റ് അത്ര ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണെന്നൊന്നും ഈ പേറ്റൻ അറിയത്തില്ല. അതുകൊണ്ട് അവൻ കോഫിയുടെ കപ്പ് എടുത്തിട്ട് ആ ഡോക്യുമെന്റിന്റെ മുകളിൽ വെച്ചു. അവനത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് നീ എന്ത് പണിയാണ് പേറ്റൻ നീ കാണിച്ചെന്ന് പറഞ്ഞിട്ട് അവൾ ആ കോഫി മഗ് എടുത്ത് മാറ്റുന്നത്. അതിനെ തുടർന്ന് കോഫിയുടെ കറ വട്ടത്തിൽ ആ ഡോക്യുമെന്റിലായി. ഇനിയിപ്പോൾ ഈ ഡോക്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബെല്ലാ സാരീസ് മെമ്മോറാണ്ടം എന്നാണ് പറയുന്നത്. അതായത് സിറ്റിയിൽ ചില ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം എങ്ങനെ പകുത്തു കൊടുക്കുമല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ അത് ചെക്ക് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇവള് വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ അതിന്റെ ബോസിന്റെ പേര് ലൂയിസ് എന്നാണ്. ലൂയിസ് ട്രാക്ക്. അയാൾ ഇല്ലീഗലായിട്ട് ഏതോ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഫോണിൽ സംസാരിച്ചതിന് ശേഷം അവളിപ്പോൾ ഫോണിലുള്ള ആളോട് പറയുന്നത് ഞാൻ എന്തായാലും ബോസിനോടൊന്ന് സംസാരിക്കട്ടെ എന്നാണ്. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ അവൾ ആ ഡോക്യുമെന്റ് അവിടുന്ന് കൊണ്ടുപോകുന്നില്ല. അങ്ങനെ അവളുടെ ഫ്ലാറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പേറ്റൻ അവളുടെ പുറകെ പോയി. എന്നിട്ട് പേറ്റൻ ഇപ്പോൾ അവളോട് ചോദിക്കുന്നത് നമ്മൾ കുറെ കാലമായില്ലേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഇനിയെങ്കിലും നമുക്ക് കല്യാണം കഴിച്ചൂടെ എന്നാണ്. അതേക്കെന്ന് അവള് പറയുന്നത് കല്യാണം കഴിക്കാനോ ഇത്ര പെട്ടെന്നോ, ഞാൻ എന്തായാലും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നോട് പറയാം എന്ന് പറഞ്ഞിട്ട് അവളൊരു ടാക്സി വിളിച്ചിട്ട് അവിടെ നിന്ന് പോയി. അങ്ങനെ അവൾ കമ്പനിയിൽ എത്തിയതിനു ശേഷം അവളുടെ ബോസായ ലൂയിസിനെ കണ്ടു. എന്നിട്ട് അവൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറയാണ്. എന്നാൽ അയാൾ പറയുന്നത് നീ കണ്ടെത്തിയ കാര്യമൊക്കെ ശരിയാണ്, ഞാൻ ആ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, അതിന് കാരണം മറ്റൊന്നുമല്ല, അതിന്റെ ഒരു ഡ്രീം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു ബിൽഡിങ്ങിന്റെ മിനിയേച്ചർ അവൾക്ക് കാണിച്ചു കൊടുത്തു. അതായത് ഈ ഒരു ബിൽഡിംഗ് ആണ് അയാൾ സിറ്റിയിൽ പണിയാൻ പോകുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൾ ചോദിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ വലിയൊരു സ്വപ്നമായിരിക്കും, പക്ഷെ ഇതൊരു ക്രൈം അല്ലേ? അതേക്കുമ്പം ഇതൊരു ക്രൈമാണ്, ഞാൻ ഇല്ലീഗലായിട്ട് തന്നെയാണ് ഈ പരിപാടി ചെയ്യുന്നത്. പക്ഷെ നിന്റെ കയ്യിലുള്ള ആ തെളിവുകളുണ്ടല്ലോ, നീ ഇപ്പോൾ കണ്ടെത്തിയ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ, ഞാൻ പൈസ കൊടുത്തിരിക്കുന്ന റിയൽ എസ്റ്റേറ്റിന്റെ ആൾക്കാർ നീ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരല്ല, അത് നിന്റെ കയ്യിൽ വെക്കുന്നത് അപകടമാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും നിന്റെ ജീവന് നല്ലത് എന്നാണ് അയാൾ അവളുടെ അടുത്ത് പറയുന്നത്. ഇയാൾ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റിന്റെ ആള് നമ്മൾ നേരത്തെ കണ്ട ആ റോബർട്ടാണ്. ആ ഒരു പേര് ലൂയിസ് ഇപ്പോൾ അവളുടെ അടുത്ത് പറയുമ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അവരോട് കളിക്കുന്നത് പണിയാണ് എന്ന കാര്യം അവൾക്കും മനസ്സിലായി. അതുകൊണ്ട് അവളൊന്ന് അയഞ്ഞു. പക്ഷെ ആ ഡോക്യുമെന്റ് ഇപ്പോൾ ഉള്ളത് പേറ്റന്റെ കയ്യിലാണ് എന്ന കാര്യം അവൾ ഈ സമയം ഓർക്കുന്നേ ഇല്ല. ഇതേസമയം തന്നെ പേറ്റനാണെങ്കിൽ അയാളുടെ ലാബിൽ വീണ്ടും ആ എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റോപ്പ് വാച്ചിൽ ടൈം നോക്കിക്കൊണ്ട് നമ്മുടെ എക്കിറ്റീറ്റോയും അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ പരീക്ഷണത്തിൽ അയാൾ വേറെ ചില കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പരീക്ഷണം തുടങ്ങി കറക്റ്റ് 99 മിനിറ്റ് ആയപ്പം കറണ്ട് പോയി. എന്നാൽ ഈ സമയത്താണ് പേട്ടൻ ഒരു അത്ഭുതം കാണുന്നത്. സാധാരണ 99 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ആ സിന്തറ്റിക് സെൽസ് ഒക്കെ നശിച്ചു പോകേണ്ടതാണ്. എന്നാൽ ഇപ്പൊ കറണ്ട് പോയപ്പം അതിനൊരു കുഴപ്പം പറ്റുന്നില്ല. 100 മിനിറ്റ് വരെ അവർ നോക്കി, പക്ഷെ ആ സെൽസ് നശിക്കുന്നേ ഇല്ല. അതിൽ നിന്നും പേട്ടനൊരു കാര്യം മനസ്സിലായി, ആ സിന്തറ്റിക് സെൽസ് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. ഇരുട്ടത്ത് അതിനൊരു കുഴപ്പവും സംഭവിക്കത്തില്ല. അത് അയാളുടെ വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. ഈ സമയം എക്കിറ്റിറ്റോ പറയുന്നത് അപ്പൊ നമ്മൾ വിജയിച്ചു കഴിഞ്ഞല്ലോ, ഇനി ഇത് വെച്ച് നമുക്ക് സ്കിൻസ് ഉണ്ടാക്കിക്കൂടെ? ഇല്ല എക്കിറ്റിറ്റോ, അതിന് സമയമായിട്ടില്ല. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ സ്കിൻ ഇരുട്ടത്ത് മാത്രമേ ഒരു കുഴപ്പമില്ലാതെ നിൽക്കത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, വെളിച്ചത്ത് എങ്ങനെ ഇതിനെ നിലനിർത്താം എന്നാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ഈ സിന്തറ്റിക് സെൽസ് പ്രവർത്തിക്കുന്നത് ലൈറ്റിനെ അപേക്ഷിച്ചിട്ടാണ്. പേട്ടൻ ഇപ്പൊ അത്രയും പറഞ്ഞു കഴിയുമ്പോഴാണ് അവിടുത്തെ ഫോൺ അടിക്കുന്നത്. എന്നാൽ പേട്ടൻ ചെന്ന് ആ ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ആ റോബർട്ടും ടീമും അങ്ങോട്ട് വരുന്നത്. ജൂലിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഡോക്യുമെന്റ് ഉണ്ടല്ലോ, അത് ഇവിടെയാണെന്ന് അറിഞ്ഞിട്ടാണ് അവരുടെ ഇങ്ങോട്ടുള്ള വരവ്. അങ്ങനെ വന്ന ഉടനെ തന്നെ അമ്മമാർ ഇവരെ രണ്ടുപേരെ ശരിക്കും ഉപദ്രവിക്കാൻ തുടങ്ങി. അവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ പേറ്റിനെ ഇടിച്ച് താഴേക്കിട്ടതിന് ശേഷം റോബർട്ട് ഇപ്പം അവന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പതിവ് പോലെ തന്നെ അയാൾ ഒരു ചുരുട്ടെടുത്തു. എന്നിട്ട് അയാൾ ചോദിക്കുന്നത് ആ ഡോക്യുമെന്റ്സ് എവിടെയാണെന്നാണ്. പക്ഷെ ഏത് ഡോക്യുമെന്റ്സ് ആണ് എന്ന കാര്യം പേട്ടന് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്, എനിക്കത് മനസ്സിലായിട്ടില്ല എന്നാണ് പേട്ടൻ പറയുന്നത്. പക്ഷെ അവൻ കളവ് പറയാണ് എന്നാണ് റോബർട്ട് പറയുന്നത്. അതുകൊണ്ട് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി അയാളുടെ നിർദ്ദേശപ്രകാരം വേറൊരുത്തൻ ആ എക്കിറ്റിറ്റോനെ വെടിവെച്ചു വന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കഴിയുമ്പോഴാണ് വേറൊരുത്തൻ ആ ഡോക്യുമെന്റ് കണ്ടെടുക്കുന്നത്. അയാൾ ഉടനെ തന്നെ അത് റോബർട്ടിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഡോക്യുമെന്റ് കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പേറ്റിനെ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവനെ കൊന്നുകളയാനാണ് അയാൾ അടുത്തായിട്ട് ഓർഡർ എടുത്തത്. അതിനെ തുടർന്ന് അവന്മാർ വന്നിട്ട് പേറ്റിനെ പിടിച്ചു. അവിടെ വലിയൊരു കണ്ടെയ്നറിലായിട്ട് എന്തോ ഒരു ലിക്വിഡ് ഉണ്ട്.
മാത്രമല്ല അതിലേക്ക് കറണ്ട് അടിക്കാൻ വേണ്ടി 2 സാധനങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിപ്പോ പേറ്റന്റെ കൈ അതിലേക്ക് വെച്ച് അവന്റെ കയ്യിൽ ഷോക്ക് അടിപ്പിക്കുകയാണ്. അതോടുകൂടെ അവന്റെ 2 കൈയും കരിഞ്ഞുപോയി. അങ്ങനെ ആ പണി ചെയ്തതിനു ശേഷം അവരവന്റെ തല ലിക്വിഡിലേക്ക് മുക്കി. അതോടുകൂടെ പേറ്റന്റെ മുഖത്തിന്റെ ഒരു ഭാഗം മൊത്തം ഡാമേജ് ആവുകയും ചെയ്തു. അങ്ങനെ പേറ്റനെ ആ കോലത്തിലാക്കിയതിനു ശേഷം അവിടെയുള്ള ഗ്യാസ് സിലിണ്ടേഴ്സിലെ ഗ്യാസ് ഒക്കെ ഊരി വിട്ടിട്ടാണ് റോബർട്ടും കൂട്ടരും വെളിയിലേക്ക് ഇറങ്ങി പോകുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ജൂലി അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ അവളുടെ വരവിന് ഒരു ഉദ്ദേശം കൂടെയുണ്ട്. അതായത് പേട്ടനെ കല്യാണം കഴിക്കാൻ അവൾക്ക് സമ്മതമാണ്. എന്നാൽ അവൾ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ ബിൽഡിംഗ് മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നത്. ആ ഗ്യാസ് കത്തിപ്പിടിച്ചിട്ട്. എന്നാൽ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞപ്പം അതിനകത്ത് കടന്നിരുന്ന പേട്ടൻ അവിടെ നിന്ന് പുറത്തേക്ക് തെറിച്ചു വന്നു. അവിടെയുള്ള ലേക്കിലേക്കാണ് അവൻ വന്ന് വീഴുന്നത്. എന്നാൽ അവൻ തെറിച്ച് വീണത് മാത്രം ജൂലി കാണുന്നില്ല. പേട്ടൻ അതിനകത്ത് കിടന്ന് മരിച്ചുപോയി എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പേറ്റൻ മരിച്ചു എന്ന് വിചാരിച്ച് അവൾ പേറ്റന്റെ ഫ്യൂണറലൊക്കെ നടത്തി. വല്ലാത്തൊരു സങ്കടമായിരുന്നു അവൾക്ക്. എന്നാൽ 2-3 ദിവസങ്ങൾക്ക് ശേഷം ആരോ ആ ലേക്കിൽ നിന്ന് പേറ്റനെ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. കുറച്ച് ദിവസങ്ങളിലായിട്ട് അവൻ അവിടെ കോമയിലാണ്. ഈ സമയം അവിടുത്തെ ഡോക്ടർമാരെല്ലാം കൂടെ അവന്റെ ശരീരത്തിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്. അതിനുവേണ്ടി അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. അതിലാണ് ഇവന്റെ ബോഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവന്റെ ശരീരം മൊത്തം തുണി കൊണ്ട് ഇങ്ങനെ മൂടിക്കെട്ടിയിട്ടുണ്ട്. അപ്പൊ അവർ നടത്തുന്ന എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവന് ബോധം വന്നു കഴിഞ്ഞാൽ ദേഹം മൊത്തം പൊള്ളിയത് കാരണം വല്ലാത്തൊരു വേദനയായിരിക്കും അവന്. ജീവിതകാലം മുഴുവൻ അവൻ ആ വേദന അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അവന്റെ ആ വേദന ഇല്ലാതാക്കാൻ വേണ്ടി അവരെന്തൊരു മരുന്ന് ഇവന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. ഇനിയിപ്പോൾ അവന് വേദന എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ബോധം വന്നാലും അവന്റെ ശരീരത്തിൽ എന്ത് സംഭവിച്ചാലും അവന് വേദന അറിയത്തില്ല. പക്ഷെ അവന് എല്ലാ രീതിയിലുള്ള ഇമോഷൻസും ഉണ്ടാവും. മാത്രമല്ല ഈ മരുന്നിന്റെ പ്രവർത്തനം കാരണം അവന് വല്ലാത്തൊരു സ്ട്രെങ്ത്തും കിട്ടും. ഇതൊക്കെയാണ് ഈ പരീക്ഷണം കൊണ്ട് അവന് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് സമയം ഡോക്ടർമാരൊക്കെ ഒന്ന് അവനെ നോക്കിയതിനു ശേഷം അവരവിടുന്ന് പോയി. എന്നാൽ അവർ പോയി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് പേറ്റന് ബോധം വരുന്നത്. ബോധം വന്നപ്പോൾ തന്നെ അവന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവന് ഓർമ്മ വരാൻ തുടങ്ങി. അതിനെ തുടർന്ന് ആ ഹോസ്പിറ്റലിൽ ഒരു അലാറം അടിച്ചു. ആ അലാറത്തിന്റെ ശബ്ദം കേട്ടപ്പം ഡോക്ടർമാരൊക്കെ അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്നാൽ അവർ നോക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് അപ്പുറത്തുള്ള ജനല് തുറന്നു കിടക്കുന്നത് ആ ഡോക്ടർ ശ്രദ്ധിക്കുന്നത്. അതിൽ നിന്നും അതുവഴി അവൻ രക്ഷപ്പെട്ടു എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയം തന്നെ പേറ്റൻ ആണെങ്കിൽ ഇപ്പൊ ഒരു തെരുവിലേക്ക് എത്തി. അവിടെ വേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവൻ അവിടെ തെരഞ്ഞ് ഒരു വലിയ ജാക്കറ്റ് എടുത്തു. എന്നിട്ട് അത് അവൻ ധരിക്കുകയാണ്. എന്നിട്ട് വേഗം തന്നെ അവൻ അവിടെ നിന്ന് റോഡിലേക്ക് ഇറങ്ങി. ഈ സമയത്താണ് അവൻ ജൂലിയെ കാണുന്നത്. അവളെ കണ്ടതും അവൻ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ ഇവനിങ്ങനെ മുഖമൊക്കെ മൂടിക്കെട്ടി ഒരു ഭീകര രൂപത്തിലായതുകൊണ്ട് അവൾ അവനെ തിരിച്ചറിഞ്ഞില്ല. മാത്രമല്ല പേടിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് പേറ്റനാണെങ്കിൽ വല്ലാത്തൊരു സങ്കടത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ അടുത്തതായിട്ട് പേറ്റൻ പോകുന്നത് അവന്റെ ലാബിലേക്കാണ്. എന്നാൽ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഉൾഭാഗം മൊത്തം കത്തി നശിച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ അവിടെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ സെർച്ചിങ്ങിൽ അവൻ അവന്റെ കമ്പ്യൂട്ടർ കിട്ടി. അവൻ നോക്കുമ്പോൾ അതിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഈ സമയത്താണ് അവൻ അവന്റെ കൈ ശ്രദ്ധിക്കുന്നത്. കൈ മൊത്തം തുണി കൊണ്ട് മൂടിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കണ്ണാടിയിൽ അവന്റെ മുഖം നോക്കി. അവന്റെ മുഖത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ അവന് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. ഈ സമയം തന്നെ അവിടെ താഴെയായിട്ട് ഇവനും ജൂലിയും കൂടെയുള്ള ഒരു ഫോട്ടോ കിടക്കുന്നുണ്ട്. അതിൽ പേറ്റന്റെ മുഖത്തിന്റെ ഒരു ഭാഗം മൊത്തം കത്തിപ്പോയിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് അവന് വേണ്ട സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അവൻ പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ തകർന്നു കിടക്കുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് ചെന്നു. എന്നിട്ട് അവൻ അതിന്റെ മുകൾ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന വലിയൊരു ഹാളുണ്ട്. അവിടേക്കൊന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ഇനി ഇവിടെ അവന്റെ ലാബ് സെറ്റ് ചെയ്യാം എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വേഗം തന്നെ അവൻ അവിടുത്തെ ലൈറ്റ് ഒക്കെ ഓണാക്കി. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന എക്യുപ്മെന്റ്സ് മുഴുവൻ ആ റൂമിനകത്ത് സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അവൻ അവന്റെ പണിയും തുടങ്ങി. എങ്ങനെയെങ്കിലും അവന്റെ മുഖം കവർ ചെയ്യാൻ വേണ്ടി ഒരു സ്കിൻ ഉണ്ടാക്കിയെടുക്കണം. അതാണ് അവനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ അവന് താഴെ കിടന്ന് കിട്ടിയ ആ ഫോട്ടോ ഉണ്ടല്ലോ, അവന്റെ സ്കിൻ ഉണ്ടാക്കാൻ വേണ്ടി അതിൽ നിന്നാണ് അവൻ ആ ഫോട്ടോ എടുക്കുന്നത്. എന്നാൽ ആ ഫോട്ടോ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അതിലൊരു ഭാഗം കത്തിപ്പിടിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവന്റെ ആ രൂപത്തിനെ 3D രൂപത്തിലേക്ക് ആക്കുമ്പോൾ ആ ഭാഗത്തിനൊരു പൂർണ്ണത കിട്ടുന്നില്ല. അതെങ്ങനെ ശരിയാക്കുന്ന ഓർക്കുമ്പോഴാണ് അവന് പെട്ടെന്നൊരു ഐഡിയ തോന്നുന്നത്. അവന്റെ മുഖത്തെ കുഴപ്പമില്ലാത്ത ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ നിന്നൊരു കഷ്ണം കോപ്പി എടുത്തിട്ട് അവൻ ആ ഡാമേജ് ആയ ഭാഗത്തേക്ക് വെച്ചു. അതിന് തുറന്ന് ആ കമ്പ്യൂട്ടർ ഇപ്പോൾ അത് പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അത് മൊത്തത്തിൽ പ്രോസസ്സ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ 571 മണിക്കൂറും 57 മിനിറ്റും എടുക്കും എന്നാണ് ആ കമ്പ്യൂട്ടർ കാണിക്കുന്നത്. അങ്ങനെ അത് പ്രോസസ്സിങ്ങിന് ഇട്ടതിന് ശേഷം അവൻ പിന്നെ അവന്റെ പണി തുടങ്ങി. ഇപ്പൊ അവൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന സ്കിന്നും കൊണ്ട് പകൽ സമയം 99 മിനിറ്റ് മാത്രമേ അവന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പകലും രാത്രിയും ഒരു കുഴപ്പവും ഇല്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്കിൻ ഉണ്ടാക്കിയെടുക്കാനാണ് അവനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൻ എല്ലാത്തിലും ഫെയിലാവാണ്. എങ്കിലും അവൻ തളരാതെ അവന്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ പരീക്ഷണങ്ങളൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന തീയിൽ നിന്നും അവന്റെ കയ്യിലേക്ക് തീ പിടിച്ചു. എന്നാൽ തീ പിടിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴാണ് അവനത് അറിയുന്നത് തന്നെ. കാരണം വേദന എടുക്കുന്നില്ലല്ലോ. ഇപ്പൊ കയ്യിൽ തീ പിടിച്ച് കാണുമ്പോൾ അവൻ വേഗം തന്നെ തീ കെടുത്തി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങി. അവന്മാരെന്റെ കൈ നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ജൂലി വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഇപ്പൊ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ ലൂയിസ് ഇപ്പൊ ജൂലിയുടെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ അവളാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര സങ്കടത്തിലാണ് പേട്ടന്റെ കാര്യം ആലോചിച്ചിട്ട്. അതുകൊണ്ട് അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഡാൻസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവൻ അവളെയും വിളിച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം അവിടുത്തെ ജനല് വഴി പേട്ടനും കാണുന്നുണ്ട്. അവന് വല്ലാത്തൊരു ദേഷ്യമായിരുന്നു. അതിനിടയിലാണ് അവൻ അവിടെ നിൽക്കുന്ന ഒരാളെ ശ്രദ്ധിക്കുന്നത്. ഒരു കണ്ണാടി വെച്ചവൻ.
അത് ആ റോബർട്ടിന്റെ ആളാണ്. എന്നാൽ പേട്ടനെ ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽ അവനുണ്ടായിരുന്നു എന്ന കാര്യം ഇപ്പൊ പേട്ടന് മനസ്സിലായി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ആ കണ്ണാടി വെച്ച് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് പെട്ടെന്ന് പേട്ടൻ വന്നിട്ട് അവനെ പിടിക്കുന്നത്. എന്നിട്ട് നേരെ അവനെ അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ ബോസ് ആരാന്ന് ചോദിച്ചിട്ട്. ഈ സമയം അയാളാണെങ്കിൽ പേടിച്ചിട്ട് ബോസിന്റെ പേരും പറഞ്ഞു കൊടുത്തു, റോബർട്ട്. അങ്ങനെ ആ പേര് കിട്ടിക്കഴിഞ്ഞപ്പം പേട്ടൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ അണ്ടർഗ്രൗണ്ടിലെ ഹോള് വഴി ആ കണ്ണാടി വെച്ചവനെ നേരെ റോട്ടിലേക്ക് പൊക്കി നിർത്തുകയാണ്. അതോടുകൂടെ ഒരു വണ്ടി വന്നിട്ട് അവന്റെ തലയിലേക്ക് കയറി അവന്റെ പണി തീർന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ പേട്ടനൊപ്പം റോബർട്ടിന്റെ ഗ്യാങ്ങിനെ അന്വേഷിച്ചിറങ്ങി. ഒരു സ്ഥലത്ത് വെച്ച് ഈ റോബർട്ടിന്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന പോളി എന്ന് പറയുന്ന ഒരുത്തനെ അവനൊരു റെസ്റ്റോറന്റിൽ കണ്ടു, ഒരു മൊട്ടത്തലയൻ. പേട്ടൻ ദൂരെ നിന്നിട്ട് അവന്റെ ചില ഫോട്ടോസ് എടുക്കുകയാണ്. ഇപ്പൊ പോളി റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഡീല് നടത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു മുടി ഇറക്കിയവൻ അങ്ങോട്ട് വന്ന് പോളിക്ക് ഒരു പെട്ടി ക്യാഷ് കൊടുത്തു. ക്യാഷ് മേടിച്ചതിന് ശേഷം പോളി അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഈ സമയം പേട്ടനാണെങ്കിൽ പോളിയുടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഫോട്ടോസുമായിട്ട് പേട്ടൻ ഇപ്പോൾ അവന്റെ ലാബിലേക്ക് എത്തി. എന്നിട്ട് പോളിയുടെ കൈയിന്റെ ഫോട്ടോ വെച്ച് അവനൊരു കൈയിന്റെ സ്കിന്ന് പ്രിന്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അത് അവന്റെ കയ്യിലേക്ക് ധരിക്കുകയും ചെയ്തു. അങ്ങനെ ആ പരിപാടി തീർത്തതിന് ശേഷം അടുത്തായിട്ട് അവൻ പോളിയുടെ മുഖത്തിന്റെ സ്കിന്നും കൂടെ പ്രിന്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതുമായിട്ട് നേരെ പേട്ടൻ ഇപ്പോൾ പോളിയുടെ വീട്ടിലേക്ക് ചെന്നു. ഈ സമയം പോളിയാണെങ്കിൽ നല്ല ഉറക്കമാണ്. അവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറോഫോം വെച്ച് പോളിയെ മയക്കി കിടത്തി. അതിനുശേഷം പോളിയുടെ പെട്ടി തുറന്നിട്ട് 2 ഫ്ലൈറ്റ് ടിക്കറ്റും കൂടെ എടുത്തിട്ട് അവിടേക്ക് വെക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം അവൻ പോളിയുടെ ആ സ്കിന്ന് മുഖത്ത് ധരിച്ചു. ഇനിയിപ്പോൾ പേട്ടനെ കണ്ടു കഴിഞ്ഞാൽ പോളിയാണെന്നേ വിചാരിക്കുള്ളൂ. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവനൊരു സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ട് സമയമൊന്ന് നോക്കി. കാരണം 99 മിനിറ്റ് മാത്രമേ ആ സ്കിന്ന് അവന്റെ മുഖത്ത് നിലനിൽക്കുള്ളൂ. അങ്ങനെ ആ പരിപാടികളെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം പേട്ടനിപ്പോൾ പോളിയായി വീണ്ടും ആ റെസ്റ്റോറന്റിലേക്ക് പോയി ഒരു ഡീലും കൂടെ നടത്താൻ വേണ്ടി. ഈ സമയം നേരത്തെ അങ്ങോട്ട് വന്നവന്മാർ തന്നെ ഇപ്പോഴും പൈസയായിട്ട് അങ്ങോട്ട് വന്നു. എന്നിപ്പോൾ പേട്ടനെ സംബന്ധിച്ച് അവനൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം പോളിയുടെ സൗണ്ട് അവനില്ലല്ലോ. അതുകൊണ്ട് അവർ ചോദിക്കുന്നതിനൊക്കെ പേട്ടൻ ജസ്റ്റ് മൂള മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആ ഡീലൊക്കെ നടത്തിയതിനു ശേഷം പേട്ടൻ വേഗം തന്നെ ആ പെട്ടിയുമായിട്ട് അവിടെ നിന്ന് പോയി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. റോബർട്ട് ഇപ്പോൾ വളരെ ദേഷ്യത്തിൽ പോളിയുടെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അയാൾ നോക്കുമ്പോൾ പോളി ഇങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ട് അയാളുടെ ബെഡിൽ കിടന്ന് ഉറങ്ങുകയാണ്. അയാൾ ഉടനെ തന്നെ പോളി എഴുന്നേപ്പിച്ചു. എന്നിട്ട് അയാൾ ചോദിക്കുന്നത് എന്റെ പൈസ എവിടെ നിന്നാണ്. നേരത്തെ പേട്ടൻ പോളിയുടെ വേഷത്തിൽ ആ പൈസയും മേടിച്ചുകൊണ്ട് പോയല്ലോ. എന്നാൽ റോബർട്ട് ചോദിക്കുമ്പോൾ അതിന് ഞാൻ പൈസ ഒന്നും മേടിച്ചിട്ടില്ലല്ലോ, ഞാൻ കുറച്ച് സമയം ഉറങ്ങിപ്പോയി എന്നാണ് പോളി പറയുന്നത്. റോബർട്ട് എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും പോളിക്ക് അത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ സമയത്താണ് പോളിയുടെ പെട്ടിയിൽ കിടക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് അയാൾ ശ്രദ്ധിക്കുന്നത്. അതിൽ നിന്ന് ആ പൈസയും കൊണ്ട് ഇവൻ നാട് വിടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് റോബർട്ട് ചിന്തിക്കുന്നത്. കാരണം സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ അവൻ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ദേഷ്യത്തിൽ അയാൾ പോളി ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തിട്ടാണ്. പോളിയാണെങ്കിൽ അവിടെ നേരെ വന്ന് വീഴുന്നത് ഒരു കാറിന്റെ മുകളിലേക്കും. അപ്പൊ തന്നെ അയാൾ മരിച്ചുപോയി. ഈ സമയം ഒരു പെണ്ണ് ഇതെല്ലാം കാണുന്നുണ്ട്. അയാൾ അങ്ങോട്ട് വന്ന് വീണെന്ന് കാണുമ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ അതിനിടയിലാണ് മറ്റൊരു കാര്യം കൂടെ അവൾ കാണുന്നത്. അവിടുത്തെ ബെഞ്ചിലായിട്ട് ഇപ്പൊ മരിച്ചു വീണ പോളിയെ പോലെ തന്നെ മറ്റൊരാളിരിക്കുന്നു, പേട്ടൻ. അത് കണ്ടതും അവളിങ്ങനെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് പേട്ടൻ അവന്റെ കയ്യിലെ വാച്ച് നോക്കുന്നത്. 98 മിനിറ്റായി. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവന്റെ സ്കിന്ന് മൊത്തം ഡാമേജ് ആവും എന്ന കാര്യം അവനറിയാം. പേട്ടൻ വേഗം തന്നെ അവിടെ ഓടി. എന്നാൽ ഈ സമയം ആ പെണ്ണാണെങ്കിൽ ഉറക്കെ അവിടെ നിന്ന് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം രാത്രി. പേട്ടനൊപ്പം ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ചെന്നിരിക്കുകയാണ്. അവന് വല്ലാത്തൊരു വിഷമമുണ്ട്. ഇത്രയും കാലം നല്ലൊരാളായിട്ടായിരുന്നു അവൻ ജീവിച്ചിരുന്നത്. ആർക്കും അവൻ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പം അവൻ ക്രൈം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ തിരിച്ചവന്റെ ലാബിലേക്ക് എത്തിയതിനു ശേഷം അവൻ വീണ്ടും പണി തുടങ്ങി. പക്ഷെ എങ്ങനെയൊക്കെ മാറ്റി മാറ്റി അവൻ ആ സെൽസിൽ പരീക്ഷണം നടത്തിയിട്ടും 99 മിനിറ്റ് ആകുമ്പോൾ അതെല്ലാം നശിച്ചു പോവാണ്. അതോടെ തന്നെ ഓരോ ദിവസം കൂടുന്തോറും അവന്റെ നിരാശയും കൂടി വന്നു. ഇതെല്ലാം കൂടി ആവുമ്പം അവന് ശരിക്കും ഭ്രാന്ത് പിടിച്ചു. അവന്റെ ലാബിലുള്ള പല സാധനങ്ങളും ഇങ്ങനെ തല്ലി പൊളിക്കുകയാണ്. എന്നാൽ കുറേ നേരം അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവന് തന്നെ ഒരു സ്വബോധം വന്നു. എന്തിനാണ് താൻ ഇങ്ങനെ ചെയ്യുന്നത്? താനൊരു സയന്റിസ്റ്റ് അല്ലേ, തനിക്കെല്ലാം റെഡിയാക്കാൻ പറ്റും എന്നൊക്കെ സ്വയം പറഞ്ഞ് അവനെ തന്നെ അങ്ങോട്ട് സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്താണ് അവന്റെ കമ്പ്യൂട്ടറിൽ ഒരു അലേർട്ട് വരുന്നത്. അവന്റെ സ്കിന്ന് തന്നെ അവിടെ പ്രോസസ്സിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, 571 മണിക്കൂറൊക്കെ കാണിച്ചത്. അതിന്റെ ആ പ്രോസസ്സിംഗ് പൂർത്തിയായി. ഇപ്പൊ അവന്റെ മുഖത്തിന്റെ സ്കിന്ന് മൊത്തത്തിൽ അവിടെ പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ സ്കിന്നും 99 മിനിറ്റ് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസമായി. ജൂലി ഇപ്പം പേട്ടന്റെ ആ കല്ലറയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവൾ അവിടെ നിൽക്കുന്ന സമയത്താണ് പേട്ടൻ അവന്റെ പുതിയ സ്കിന്നൊക്കെ ധരിച്ചിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ അവനെ കാണുമ്പോൾ അത് പേട്ടനാണ് എന്ന് അവള് വിശ്വസിക്കുന്നില്ല. നീ മരിച്ചു പോയതല്ലേ, പിന്നെ നീ യഥാർത്ഥത്തിൽ ആരാണ് എന്നൊക്കെ അവൾ ചോദിച്ചു. അതിൽ ഈ സമയം പേട്ടൻ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അവന്റെ മുഖം കത്തിപ്പോയ കാര്യങ്ങളൊന്നും അവൻ പറയുന്നില്ല. ആ തീപിടുത്തത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. പിന്നീട് അവനൊരു ഹോസ്പിറ്റലിലായിരുന്നു, കുറെ കാലം കോമയിൽ കടന്നു. അതുകൊണ്ടാണ് അവൻ അവളുടെ അടുത്തേക്ക് വരാതിരുന്നത്. എന്നാൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത്. അവൾക്കാണെങ്കിൽ ഇത് വിശ്വാസമാവുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി. ആ റോബർട്ട് ഇപ്പം ഏതോ ഒരുത്തിനെ വിളിച്ച് നാളെ രാവിലത്തെ ഒരു ഡീലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്നതിനിടയിൽ അയാൾ മുമ്പിലായിട്ടൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ ബോക്സിനകത്ത് ഇയാൾ ഇതിനു മുമ്പ് കളക്ട് ചെയ്ത ആൾക്കാരുടെ വിരലുകളാണ്. ആ വിരലുകളിൽ ചിലതിലൊക്കെ സ്വർണ്ണമോതിരം കാണാം. ഇങ്ങനെയുള്ള വിരലുകൾ കളക്ട് ചെയ്യുന്നത് ഇയാളുടെ ഒരു ഹോബിയാണ്. എന്നാൽ ഇതേ സമയം തന്നെ അയാളുടെ വീട്ടിനെ കുറിച്ച് അപ്പുറത്തായി നമ്മുടെ പേട്ടിനൊപ്പം അയാൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി ഇയാളുടെ മാസ്ക് വെച്ച് കഴിയുമ്പം ഈ റോബർട്ടിന്റെ സൗണ്ടും കൂടെ കിട്ടണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് പേട്ടിനിപ്പം അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്.
അങ്ങനെ തിരിച്ചവന്റെ ലാബിലേക്ക് ചെന്നതിന് ശേഷം അവൻ ആ റോബോട്ടിന്റെ ശബ്ദമൊക്കെ ശരിക്കും അങ്ങോട്ട് പഠിച്ചു, എങ്ങനെയാണ് അയാൾ സംസാരിക്കുന്നത്. അങ്ങനെ അതൊക്കെ പേറ്റൻ പഠിക്കുന്നതിന്റെ ഇടയിൽ അയാൾ ആ റോബോട്ടിന്റെ മുഖത്തെ സ്കിന്ന് പ്രിന്റ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ പ്രിന്റ് ആയിട്ട് വന്നു. അങ്ങനെ ആ സ്കിന്നും ധരിച്ചുകൊണ്ട് അയാൾ പിറ്റേ ദിവസം ഒരു കടയിലേക്ക് ചെന്നു. ഈ സമയം ആ കടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ CCTVയിൽ റെക്കോർഡ് ആവുന്നുണ്ട്. അങ്ങനെ ആ കടയിലേക്ക് ചെന്ന് പേറ്റൻ ഇപ്പൊ കടക്കാരന് നേരെ തൂക്കിയുണ്ട്. എന്നാൽ CCTVയിൽ അത് കാണുന്നവർ വിചാരിക്കുക അത് ഒറിജിനൽ റോബോട്ടാണെന്ന് തന്നെയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ആ CCTV പരിശോധിച്ചതിന് ശേഷം 2 പോലീസുകാർ റോബോട്ടിന്റെ വീട്ടിൽ ചെന്നിട്ട് അയാൾ അറസ്റ്റ് ചെയ്തു. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും പോലീസുകാർ അത് കേൾക്കുന്നില്ല. കാരണം CCTV തെളിവുകൾ അവരുടെ കയ്യിലുണ്ടല്ലോ. ഇതേസമയം തന്നെ പേറ്റൻ ആണെങ്കിൽ റോബോട്ടിന്റെ വേഷത്തിൽ ആ ഡീല് നടത്താൻ വേണ്ടി പോവാണ്. ഈ സമയം ആ കാറിന് മുമ്പിലിരിക്കുന്നത് റോബോട്ടിന്റെ ടീമിലുള്ള വേറെ 2 ആൾക്കാരാണ്. ഇപ്പൊ അവർ പോകുന്നത് ഒരു റെസ്റ്റോറന്റിലേക്കാണ്. കാർ അവിടെ നിർത്തിയതിനു ശേഷം പേറ്റൻ ഇപ്പോൾ ഒരാളുടെ കൂടെ ആ റെസ്റ്റോറന്റിലേക്ക് നടക്കാൻ തുടങ്ങി. അതിനിടയിൽ പേറ്റൻ അവരുടെ സ്റ്റോപ്പ് വാച്ച് എടുത്ത് സമയം നോക്കുന്നുണ്ട്. 90 മിനിറ്റായി, ഇനി വെറും 9 മിനിറ്റേ ബാക്കിയുള്ളൂ. ഹോങ്കോങ് എന്നാണ് ആ റെസ്റ്റോറന്റിന്റെ പേര്. അങ്ങനെ പേറ്റൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ചൈനക്കാരനാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവർ ഡീലിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇതേസമയം തന്നെ ഒറിജിനൽ റോബർട്ട് സ്റ്റേഷനിൽ നിന്നിപ്പോൾ ജാമ്യത്തിലിറങ്ങി. തനിക്കിട്ട് ആരോ ശരിക്കും പണിതിട്ടുണ്ട് എന്നൊക്കെ രേഖ മനസ്സിലായി. അതുകൊണ്ട് അയാൾ നേരെ പോകുന്നത് ആ ഡീല് നടത്തുന്ന ഹോങ്കോങ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലേക്കാണ്. അങ്ങനെ ഒറിജിനൽ റോബർട്ട് ആ റെസ്റ്റോറന്റിലേക്ക് കയറുമ്പോഴാണ് റോബർട്ടിന്റെ വേഷത്തിലുള്ള പേറ്റൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോൾ മുഖാമുഖം കണ്ടു. അതിന് തുറന്ന് അവർ തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്യാണ്. റോബർട്ടിന് ഒരു അസിസ്റ്റന്റും ഇത് കാണുന്നുണ്ട്. പക്ഷെ ഒറിജിനൽ റോബർട്ട് ആരാണ് എന്നൊക്കെ രേഖ മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ഫൈറ്റിനൊടുവിൽ പേറ്റൻ ഇപ്പോൾ റോബർട്ടിനിടിച്ച് താഴെ കിട്ടും. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ആ 99 മിനിറ്റായി. അതുകൊണ്ട് അയാളുടെ സ്കിന്നൊക്കെ ഡാമേജ് ആവാൻ തുടങ്ങി. ആ സ്കിൻ ഇങ്ങനെ വീർത്ത് വരികയാണ്. അത് കാണുമ്പോൾ പേറ്റൻ വേഗം അവിടെയുള്ളവന്മാരെ കിടിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ ആ ക്യാഷ് അടങ്ങുന്ന പെട്ടിയുമായിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. എന്നാൽ ഇതെല്ലാം ഒറിജിനൽ റോബർട്ടും കാണുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ ചാടി എഴുന്നിട്ട് പേറ്റനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അത് പേറ്റനാണ് എന്ന കാര്യമൊന്നും ഈ റോബർട്ടിന് അറിയത്തില്ല. ആ ഓടുന്നതിനിടയിൽ റോബർട്ടും കൂട്ടരും അവന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് വെടിയൊന്നും പേറ്റന് കൊള്ളുന്നുമില്ല. അങ്ങനെ കുറെ നേരം അവർ ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് റോബർട്ട് അവർക്ക് മിസ്സായി. ഒറിജിനൽ റോബർട്ടിന് കാണാൻ സാധിക്കുന്നത് താഴെ വീണ് കിടക്കുന്ന അയാളുടെ മുഖത്തിന്റെ ഷേപ്പിലുള്ള സ്കിന്ന് മാത്രമാണ്. അതാണെങ്കിൽ ഇപ്പൊ മെൽറ്റ് ആവാനും തുടങ്ങി. ഇതൊക്കെ കണ്ട് റോബർട്ട് ആണെങ്കിൽ ഒന്നും മനസ്സിലാവാണ്ട് നിൽക്കുകയാണ്. ആരാണിപ്പോ തന്നെ പറ്റിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും അയാൾക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പേറ്റനിപ്പോ ജൂലിയും കൂട്ടി ഒരു പാർക്കിലേക്ക് പോയി. എന്നിട്ട് കുറെ സമയം അവരവിടെ നിന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് തനിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവളുടെ അടുത്ത് പറഞ്ഞാലോ എന്നവൻ ചിന്തിക്കുന്നത്. അവനത് പറയാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ പിന്നീട് എന്തോ അവനത് പറയാൻ തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു കടക്കാരനുമായിട്ട് അവനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയിലായിട്ട് 2 വലിയ പാവകൾ വെച്ചിരിക്കുന്നുണ്ട്. ഈ ജോലിക്ക് ഈ പാവകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവക്കൊരു പാവ മേടിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ ആ കടയിലേക്ക് ചെന്നു. എന്നാൽ ആ പാവ പൈസ കൊടുത്ത് കിട്ടത്തില്ല. അവിടെ 2-3 സാധനം വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒരു ബോൾ വെച്ചിട്ട് എറിഞ്ഞു വീഴ്ത്തണം. അങ്ങനെ വീഴ്ത്തി കഴിഞ്ഞാൽ ഒരു പാവ സമ്മാനമായിട്ട് കിട്ടും. അതിനുവേണ്ടി പേറ്റനിപ്പോ ബോൾ എടുത്ത സാധനങ്ങൾക്ക് നേരെ എറിയാൻ തുടങ്ങി. 2-3 തവണ എറിഞ്ഞിട്ടാണ് അവൻ ആ സാധനങ്ങളൊക്കെ വീഴ്ത്തുന്നത്. പക്ഷെ അവൻ ആ ഗെയിമിൽ ജയിച്ചിട്ടും കടക്കാരൻ ആ പാവയെ കൊടുക്കുന്നില്ല. അയാൾ പറയുന്ന ന്യായം നീ കുറെ കൂടെ അടുത്തേക്ക് വന്നിട്ടാണ് എറിഞ്ഞതെന്നാണ്. അത് കേൾക്കുമ്പോൾ പേറ്റൻ അങ്ങോട്ട് ശരിക്കും ദേഷ്യം ഇരച്ചു കയറി. അവൻ ഒറ്റയടിക്ക് തന്നെ ആ കടക്കാരനെ തെറിപ്പിച്ചു കളയാണ്. എന്നിട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ ആ പാവ എടുത്തിട്ട് ജോലിക്ക് കൊടുത്തു. പക്ഷെ അയാളുടെ ആ ദേഷ്യമൊക്കെ കാണുമ്പോൾ ജോലിക്കും പേടിയാവാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ആ 99 മിനിറ്റ് കഴിഞ്ഞ് അവന്റെ സ്കിന്നൊക്കെ ഡാമേജ് ആവാൻ തുടങ്ങുന്നത്. അത് മനസ്സിലാവുമ്പോൾ അവളുടെ അടുത്തൊരു സോറിയും പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ അവന്റെ ലാബിലേക്ക് ഓടുകയാണ്. എന്നാൽ അവൻ ഓടിപ്പോകുന്ന കാണുമ്പോൾ സംശയം തോന്നി അവൾ അവന്റെ പുറകെ ചെന്നു. അങ്ങനെ അവസാനം അവൾ അവന്റെ ഹൈഡ് ഔട്ടിലേക്ക് എത്തി. അതിനുള്ളിലേക്ക് കയറി അവിടുത്തെ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. മാത്രമല്ല അവൻ അഴിച്ചു വെച്ച ആ സ്കിന്നും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പേറ്റൻ ഉപയോഗിക്കുന്നത് ഒരു മാസ്ക് ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. എങ്കിലും അവൾക്ക് വിഷമമൊന്നുമില്ല. അവൾ ഉറക്കെ പേറ്റനെ വിളിച്ചു. നീ എന്തിനാണ് പേറ്റൻ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? നീ വെളിയിലേക്ക് വാ. നിന്റെ മുഖത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹമൊന്നും ഇല്ലാണ്ടാവാൻ പോകുന്നില്ല എന്നൊക്കെ അവൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. എന്നാൽ പേറ്റനാണെങ്കിൽ അവളുടെ മുമ്പിലേക്ക് വരാനൊരു ധൈര്യമില്ല. അത് മനസ്സിലാവുമ്പോൾ നീ ശരിക്കൊന്ന് ആലോചിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ജോലി നേരെ പോകുന്നത് അവളുടെ ബോസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ സമയമാകുമ്പോഴേക്കും ഇവർ തമ്മിൽ ചെറിയൊരു റിലേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പേറ്റൻ തിരിച്ചു വന്നതുകൊണ്ട് അവൾക്കിപ്പം ഇയാളോടുള്ള റിലേഷനിൽ താല്പര്യമില്ല. അതുകൊണ്ട് അവൾ ആ കാര്യം അയാളുടെ അടുത്ത് പറയാണ്. നോക്ക് ലൂയിസ്, ഇനി നീ എന്നെ പഴയതുപോലെ കാണരുത്. എൻ്റെ ഒരു ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു പേറ്റൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ അവൻ മരിച്ചിട്ടില്ല, അവൻ തിരിച്ചു വന്നു. ആ കാര്യങ്ങളൊക്കെ അവൾ പറയുമ്പോഴാണ് ലൂയിസിനൊരു കോള് വരുന്നത്. അതിന് തുറന്ന് അയാൾ ചെന്നൊരു ഫോൺ എടുത്തു. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ജൂലി മറ്റൊരു കാര്യം കാണുന്നത്. അത് അവൾ നേരത്തെ കണ്ടെടുത്ത ആ ഡോക്യുമെന്റ്സ് ആയിരുന്നു. ആ കോഫിയുടെ കറയൊക്കെ ഇപ്പോഴും അതിൽ തന്നെ ഉണ്ട്. ഒരു ഞെട്ടലോടെ അവൾ അതും നോക്കി നിൽക്കുമ്പോഴാണ് ഫോൺ കട്ട് ചെയ്തിട്ട് ലൂയിസ് അവളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നറിയുമ്പോൾ അവൻ തന്നെ എല്ലാ കാര്യവും അവളുടെ അടുത്ത് തുറന്നു പറയാണ്. ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ തമ്മിലുള്ള റിലേഷൻ ബ്രേക്കപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്ന് ലൂയിസ് അത് പറയുമ്പോൾ അവള് ചോദിക്കുന്നത്, അപ്പൊ നീയും കൂടെ ചേർന്നിട്ടാണല്ലേ പേറ്റന്റെ ലാബ് കത്തിച്ചത്? അല്ല ജൂലി, പേറ്റന്റെ ലാബ് കത്തിക്കാൻ ഞാൻ പോയിട്ടില്ല. അത് ചെയ്തത് ആ റോബർട്ടും കൂട്ടരുമാണ്.
പക്ഷെ അവൻ ആ ജോലി ഏൽപ്പിച്ചത് ഞാനാണ്. അയാൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂളായിട്ട് പറയുന്നത് കേട്ട് അവൾക്ക് ശരിക്കും ഒരു ഞെട്ടലായിരുന്നു. അവളുടെ ആ ഞെട്ടലൊക്കെ കാണുമ്പോൾ ലൂയിസ് പറയുന്നത്, നീ അങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല, ഇത് എനിക്കും നിനക്കും നല്ലതിനു വേണ്ടി മാത്രമാണ്. ഞാൻ എൻ്റെ ഒരു ഡ്രീം പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, അതിന്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയാവാനായി എന്ന് പറഞ്ഞിട്ട് അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ഒക്കെ അയാൾ ഇപ്പോൾ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് വെറും ബിൽഡിംഗ് മാത്രമല്ല, അതൊരു സിറ്റി തന്നെയായിരുന്നു. പക്ഷെ അയാളത് കാണിച്ചു കൊടുത്തെങ്കിലും ജൂലി അതിൽ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നാൽ നീ പോയിക്കോന്നും പറഞ്ഞിട്ട് അയാൾ അവൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്നാൽ അവൾ പോയി കഴിഞ്ഞതിന് ശേഷം ലൂയിസ് ഇപ്പം ആ റോബർട്ടിനെ അങ്ങോട്ട് വിളിച്ചു വരുത്താണ്. എന്റെ പേട്ടൻ ജീവനോടെയുള്ള കാര്യം ലൂയിസ് ഇപ്പം റോബർട്ടിന്റെ അടുത്ത് പറഞ്ഞു. അത് കേൾക്കുമ്പം റോബർട്ടിനൊരു ഞെട്ടലായിരുന്നു. അയാൾ ജീവനോടെ ഉണ്ടെന്നോ? അയാളെ ഞങ്ങൾ മൊത്തത്തിൽ കത്തിച്ചാണല്ലോ. അതേ റോബർട്ട്, അയാൾ ജീവനോടെ ഉണ്ട്. ഇനി അധിക സമയം അയാൾ ജീവനോടെ ഇരിക്കാൻ പാടില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊന്നു കളഞ്ഞേക്ക്. എന്നാൽ ലൂയിസ് അത് പറയുമ്പോൾ, പക്ഷെ ഞാൻ അയാളെ എവിടെ പോയി കണ്ടുപിടിക്കും? റോബർട്ടിന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ലൂയിസ് പറയുന്നത്, അതിന് നീ ആ ജൂലിയെ പിടിച്ചാൽ മതി എന്നാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ജൂലി ഇപ്പം പേട്ടന്റെ ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവൾ താഴെ നിന്ന് നോക്കുമ്പോൾ മുകളിലത്തെ റൂമിലെ ജനൽ വഴി പേട്ടൻ അവളെ നോക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ആ റോബർട്ടിന്റെ ആൾക്കാർ ജൂലിയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് അവളെ പിടിച്ചു. ബാക്കിയുള്ളവർ ഇപ്പൊ പേട്ടിന് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അത് കണ്ടതും അവനോട് മാറിക്കളഞ്ഞു. പക്ഷെ അവന്മാർ വിടുന്നില്ല. അവന്മാരിൽ രണ്ടുപേരിപ്പം ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് ഇങ്ങനെ തുര അവിടെ മൊത്തം ഷൂട്ട് ചെയ്യാണ്. ഈ സമയം തന്നെ ജൂലിയെ പിടിച്ച ആൾക്കാരാണെങ്കിൽ അവൾ ഒരു കാറിൽ കയറ്റി അവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഇതേ സമയം തന്നെ പേട്ടനാണെങ്കിൽ ആ ബിൽഡിങ്ങിന് മുകളിലത്തെ ഒരു ബ്രിഡ്ജിലൂടെ മുന്നോട്ട് ഓടുകയാണ്. അവനിപ്പം ജൂലിയെ കൊണ്ടുവന്ന ആ കാറ് കാണാൻ സാധിക്കും. അവരെ ഫോളോ ചെയ്തിട്ടാണ് അവന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പേട്ടൻ ഓടി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് ആ റോബർട്ടും വേറെ 2 ആൾക്കാരും കൂടെ ഒരു ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പേട്ടിന് നേരെ തുര വെടിവെക്കാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ പേട്ടനാണെങ്കിൽ വേഗം തന്നെ താഴേക്ക് ചാടി. അങ്ങനെ കുറേ നേരം ഈ ഷൂട്ട് ഔട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ വെടിവെപ്പ് നടക്കുന്നതിനിടയിൽ പേട്ടൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് അവന്റെ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി. ഈ സമയം 2 ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ വെളുത്ത മുടി ഇറക്കിയ ഒരുത്തനുണ്ട്, കറുത്ത മുടി ഇറക്കിയ ഒരുത്തനുണ്ട്. ഇതിൽ വെളുത്ത മുടി ഇറക്കിയവന്റെ പേര് സ്മൈലി എന്നാണ്. അങ്ങനെ കുറെ നേരം വെടിവെച്ചതിന് ശേഷം അവർ രണ്ടുപേരും 2 വഴിക്ക് പിരിഞ്ഞു. ഇപ്പൊ കറുത്ത മുടി ഇറക്കിയവൻ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ മൊത്തം മാസ്കുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ആ സ്മൈലി ആണെങ്കിൽ വേറൊരു ഭാഗത്തേക്ക് എത്തി. അതിനിടയിലാണ് അവനെപ്പോലെ ഒരുത്തൻ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. അത് കാണുന്ന സ്മൈലി ഒറ്റയടിക്ക് തന്നെ അവനെ താഴേക്ക് ഇട്ടു. എന്നാൽ അവൻ താഴേക്ക് വീണ് കഴിഞ്ഞപ്പം സ്മൈലി ശരിക്കും ഞെട്ടിപ്പോയി. അവൻ പിടിച്ചു വീഴ്ത്തിയവൻ ഒരു മാസ്ക് ആണ് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്മൈലി വേഗം തന്നെ ആ മാസ്ക് മാറ്റി. ഈ സമയം അവൻ നോക്കുമ്പോൾ അത് ആ പേട്ടനായിരുന്നു. അത് കണ്ട ഉടനെ തന്നെ അവൻ പേട്ടന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ അയാൾ മരിച്ചു വീണു. എന്നാൽ പേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതും ഒരു മാസ്ക് ആയിരുന്നു എന്ന കാര്യം സ്മൈലിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പിന്നെ അവൻ ആ മാസ്ക് മാറ്റി നോക്കി. എന്നാൽ ഇത്തവണ മാസ്ക് മാറ്റി കഴിഞ്ഞപ്പം അവിടെ മരിച്ചു കിടക്കുന്നത് അവന്റെ തന്നെ ടീമിലുള്ള ഒരുത്തനാണ്. അത് കണ്ട് അവനിങ്ങനെ ഞെട്ടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പേട്ടൻ സ്മൈലിയുടെ തന്നെ രൂപത്തിൽ അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം സ്മൈലി ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവനെ ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം പേട്ടൻ വീണ്ടും ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി. ഈ സമയം റോബർട്ട് ആണെങ്കിൽ ആ ഹെലികോപ്റ്ററിൽ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പേട്ടൻ പെട്ടെന്ന് തന്നെ ചെന്നിട്ട് ആ ഹെലികോപ്റ്ററിലേക്ക് കയറി ആ റോബർട്ടിനെ പിടിച്ചു. ഇപ്പൊ പേട്ടനുള്ളത് അവന്റെ തന്നെ മാസ്ക് വെച്ചിട്ടാണ്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് ആണെങ്കിൽ ഹെലികോപ്റ്റർ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്തു. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ റോബർട്ട് ഇപ്പം പേട്ടന്റെ മാസ്ക് ഊരി മാറ്റി. എന്റെ ഒറ്റയടിക്ക് അവനെ താഴേക്ക് ഇടാണ്. പക്ഷെ ആ ഹെലികോപ്റ്ററിൽ നിന്നും ഒരു റോപ്പ് താഴേക്ക് തൂങ്ങി കിടക്കുന്നുണ്ട്. താഴേക്ക് വീണ പേട്ടൻ ഇപ്പൊ ആ റോപ്പിൽ കയറി പിടിച്ചു. അതിനിടയിലാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. പേട്ടൻ ആ ബിൽഡിങ്ങിൽ നിന്നും മുകളിലേക്ക് കയറിയ സമയത്ത് അവന്റെ ആ ലാബിനകത്തെ ഗ്യാസ് ഒക്കെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം കൂടെ കത്തിപ്പിടിച്ച് ആ ബിൽഡിംഗ് മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അത് കാണുന്ന അമ്മമാരാണെങ്കിൽ ആ ഹെലികോപ്റ്റർ മുന്നോട്ടെടുത്തു. എന്നാൽ ഈ സമയം പേട്ടനാണെങ്കിൽ ആ റോപ്പിൽ തന്നെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ആ ഹെലികോപ്റ്റർ ഇപ്പൊ പേട്ടനെയും കൊണ്ട് ആ സിറ്റിക്ക് മുകളിലൂടെ ഇങ്ങനെ പോകാൻ തുടങ്ങി. അതിനിടയിൽ ഹെലികോപ്റ്റർ ഇങ്ങനെ വെട്ടിച്ച് അവനെ താഴേക്കിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പേട്ടനാണെങ്കിൽ പിടിവിടുന്നില്ല. എന്നാൽ ഈ സമയത്താണ് ഈ ഒരു കാഴ്ച കാണുന്ന പോലീസുകാർ ഒരു ഹെലികോപ്റ്ററിൽ അവർ ഫോളോ ചെയ്യുന്നത്. അത് കാണുന്ന റോബർട്ട് ഇപ്പൊ പോലീസുകാരുടെ ഹെലികോപ്റ്റർ നേരെ ഷൂട്ട് ചെയ്യാണ്. അവരും വിടുന്നില്ല, അവരും തിരിച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ പേട്ടൻ ആ റോപ്പിൽ നിന്ന് പിടിവിടാത്ത കാണുമ്പോൾ റോബർട്ടിന്റെ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് ഹെലികോപ്റ്റർ കുറച്ച് താഴ്ത്തി. അതിന് തുറന്ന് പേറ്റിനിപ്പം ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾക്ക് മുന്നിലേക്കാണ് താഴ്ന്നത്. ഓരോ വണ്ടി അവന് ഇടിക്കാൻ വരുമ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് അവൻ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറുന്നത്. ഈ സമയത്താണ് ആ പോലീസുകാർ പിന്നെയും റോബർട്ടിന്റെ അടുത്തേക്ക് വരുന്നത്. അത് കാണുമ്പോൾ റോബർട്ട് ഒന്നുകൂടെ അവന്മാർക്ക് നേരെ ഷൂട്ട് ചെയ്തു. അതിന് തുറന്ന് പോലീസുകാരുടെ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ പോലീസുകാരുടെ പണി തീർത്തതിന് ശേഷം റോബർട്ട് ഇപ്പം താഴെയുള്ള പേറ്റിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒന്നും തന്നെ അവന് കൊള്ളുന്നില്ല. അതിലെ പോകുന്ന വണ്ടികൾക്കിട്ടാണ് അത് കൊള്ളുന്നത്. അങ്ങനെ ആ വണ്ടികളെല്ലാം പൊട്ടിത്തെറിച്ചു. അങ്ങനെ ആ ഷൂട്ടൗട്ട് അവിടെ നടക്കുമ്പോഴാണ് പേട്ടിനിപ്പോൾ അതിലെ പോയ ഒരു കണ്ടെയ്നർ ട്രക്കിന്റെ മുകളിലേക്ക് ചാടി ഇറങ്ങുന്നത്. എന്നിട്ട് അവനിപ്പോൾ തൂങ്ങി നിന്ന റോപ്പിൽ നിന്ന് പിടിവിട്ടിട്ട് അവൻ ആ റോപ്പ് ആ ട്രക്കിലേക്ക് ഘടിപ്പിക്കുകയാണ്. അതിന് തുറന്ന് ആ റോപ്പ് വലിഞ്ഞ് ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ പോകാൻ തുടങ്ങി. ഈ സമയം തന്നെ ആ ട്രക്ക് നേരെ പോകുന്നത് ഒരു ടണലിന്റെ ഉള്ളിലേക്കാണ്. എത്ര ശ്രമിച്ചിട്ടും ആ റോപ്പിൽ നിന്ന് റിലീസ് ആവാൻ പറ്റാത്തതുകൊണ്ട് ആ ഹെലികോപ്റ്റർ ഇപ്പൊ താഴ്ന്നു ചെന്ന് ആ ടണലിലിടിച്ചു. അതോടുകൂടെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അങ്ങനെ ഇതോടുകൂടെ റോബർട്ടിന്റെയും ടീമിന്റെയും പണി തീർന്നു. അങ്ങനെ സമയം രാത്രി പേറ്റിനിപ്പോൾ റോബർട്ടിന്റെ വേഷത്തിൽ നേരെ ആ ലൂയിസിന്റെ അടുത്തേക്ക് ചെന്നു. അവനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ബിൽഡിംഗ് ഉണ്ടല്ലോ അവിടേക്ക്.
ഈ സമയം തന്നെ ലൂയിസിന്റെ കയ്യിലാണ് ആ ജോലി ഉള്ളത്. ഇപ്പൊ റോബർട്ടിനെ കാണുമ്പോൾ ലൂയിസ് ചോദിക്കുന്നത് അപ്പൊ താൻ മരിച്ചില്ല എന്നാണ്. ഇല്ല, ഞാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പക്ഷെ ആ പേറ്റൻ അവൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ അവനെ തീർക്കണം എന്നാണ് റോബർട്ടിന്റെ വേഷത്തിൽ നിൽക്കുന്ന പേറ്റൻ പറയുന്നത്. അതേക്കുമ്പോൾ അവനിങ്ങോട്ട് തന്നെ വരും എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഇപ്പൊ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ചെന്നു. എന്നാൽ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ആ ലൂയിസിന്റെ ഭാവം മാറി. കാരണം പേറ്റൻ തന്നെയാണ് റോബർട്ടിന്റെ വേഷത്തിൽ വന്നിരിക്കുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അയാളിപ്പോൾ പെട്ടെന്ന് ആ റോബർട്ടിന്റെ മാസ്ക് മാറ്റുകയാണ്. അതിനുശേഷം അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജൂലിയെ പിടിച്ചു വെച്ചിരുന്ന ആള് ജൂലി അടിച്ച് താഴേക്ക് ഇടുന്നത്. അവൾ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീണെങ്കിലും അവൾ ഭാഗ്യത്തിന് അവിടെ വെച്ചിരിക്കുന്ന കമ്പികളിൽ അവൾ സ്റ്റക്കായി. ഈ സമയം പേറ്റനും ലൂയിസും തമ്മിലുള്ള ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ലൂയിസ് എഴുന്നേറ്റ് അവിടെ കുറെ റോപ്പുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്, കൊളുത്തുള്ള റോപ്പ്. അത് ഓരോന്നെടുത്ത് പേറ്റന്റെ തലയ്ക്ക് നേരെ എറിയാൻ തുടങ്ങി. എന്നാൽ പേറ്റനാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ്. അത് കാണുന്ന ലൂയിസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭിത്തിയിൽ ആണി നിറയ്ക്കുന്ന ഒരു വലിയ മെഷീൻ ഉണ്ട്. അതെടുത്ത് അയാൾ പേറ്റന് നേരെ ആണി ഷൂട്ട് ചെയ്യാണ്. അതിലൊരാണി കൊള്ളുന്നത് കറക്റ്റ് പേറ്റന്റെ കയ്യിലാണ്. അതോടുകൂടെ അവന്റെ കൈ ഏതാ ഭിത്തിയിലേക്ക് ഇങ്ങനെ തറച്ചു വെച്ചു. എങ്കിലും പേറ്റന് വേദന അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഉടനെ തന്നെ അവന്റെ കൈ വലിച്ചു ഊരിയെടുത്തു. ഏറ്റവും ഒറ്റയടിക്ക് തന്നെ ലൂയിസിനെ താഴെക്കിട്ടു. ഈ സമയത്താണ് ജൂലിയുടെ നിലവിളി അവൻ കേൾക്കുന്നത്. അവൾ ഇപ്പോൾ അവിടെ നിന്ന് പിടിവിട്ട് വീഴുന്നു കാണുമ്പോൾ പേറ്റൻ ഓടി ചെന്നിട്ട് റോപ്പിൽ പിടിച്ചു. ഈ സമയമാകുമ്പോഴേക്കും ജൂലി താഴേക്ക് വീണു. എങ്കിലും ആ റോപ്പിൽ തൂങ്ങി ചെന്നിട്ട് പേറ്റൻ അവളെ രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്താണ് ആ ലൂയിസ് എഴുന്നേറ്റിട്ട് പിന്നെ അവന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ അപ്പോഴേക്കും പേറ്റൻ ജൂലിയും കൊണ്ട് അപ്പുറത്തേക്ക് ചാടി. എന്നിട്ട് അവൾ അവിടെ നിർത്തിയതിനു ശേഷം ആ റോപ്പിൽ തന്നെ തൂങ്ങിയിട്ട് അവൻ നേരെ ലൂയിസിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ഒറ്റ ചവിട്ടിന് അയാൾ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടു. പക്ഷെ അയാൾ താഴേക്ക് വീഴുമ്പോഴേക്കും പേറ്റൻ അവന്റെ കാലിൽ കയറി പിടിച്ചു. അത് കാണുമ്പോൾ അയാൾ പിന്നെ ഓരോരോ അഹങ്കാരങ്ങൾ പറയാൻ തുടങ്ങി. നീ ഒരു നല്ല മനുഷ്യനാണ്, നീ എന്നെ ഒരിക്കലും കൊല്ലത്തില്ലാന്ന്. എന്നാൽ അത് കേൾക്കുമ്പോൾ എന്റെ ആ നല്ല മനസ്സൊക്കെ എപ്പോഴേ മാറിയെന്നും പറഞ്ഞ് പേറ്റൻ ഇപ്പോൾ അയാളെ താഴേക്കിടുകയാണ്. അതോടുകൂടെ ലൂയിസിന്റെ പണിയും തീർന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പേറ്റൻ ഇപ്പോൾ ജോലിയും കൊണ്ട് താഴേക്ക് ഇറങ്ങി. ഈ സമയം ജോലി പേറ്റന്റെ അടുത്ത് പറയുന്നത്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിന്റെ മുഖം നമുക്ക് ശരിയാക്കി എടുക്കാന്നാണ്. അതേക്കുമ്പോൾ ഇല്ല ജോലി, എന്റെ മുഖം ഇനി ശരിയാക്കി എടുത്താലും അതെനിക്കൊരു മാസ്ക് മാത്രമാണ്. എന്റെ ഉള്ളിലെ ഞാൻ അതെപ്പോഴേ മാറിക്കഴിഞ്ഞു. പേറ്റൻ എന്ന ഞാൻ ഇനിയില്ല. ഞാനിപ്പോൾ ക്രൈം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു മോൺസ്റ്ററാണ്. ഇനി അങ്ങോട്ടും എനിക്കൊരു മോൺസ്റ്ററായിട്ട് തന്നെ ജീവിക്കാൻ പറ്റൂ. ഞാനത് എപ്പോഴേ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നിനക്കെന്നാൽ ആർക്കും അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അവളോടൊരു ഗുഡ് ബൈയും പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. അത് കാണുമ്പോൾ അവളാണെങ്കിൽ വളരെ വിഷമത്തോടെ അവരുടെ പുറകെ ചെന്ന് നോക്കി. പക്ഷെ അവൾ സിറ്റിയിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും അവൻ അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. അതിനെ തുടർന്ന് അവന്റെ സാമ്യം തോന്നുന്ന ഓരോരോ ആൾക്കാരെ അവൾ പിടിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ പേറ്റൻ ആയിരുന്നില്ല. എന്നാൽ ഇതേ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് മറ്റൊരു മാസ്കും ധരിച്ചുകൊണ്ട് പേറ്റൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവനിനി ഒരിക്കലും അവളെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അവനിനി മറ്റൊരാളാണ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു മോൺസ്റ്റർ. അവൻ എല്ലാവരുമാണ്, എന്നാൽ അവൻ ആരുമല്ല. അവൻ എല്ലായിടത്തും ഉണ്ടാവും, എന്നാൽ അവൻ എവിടെയും ഉണ്ടാവത്തില്ല. ഇനി അവൻ അറിയപ്പെടാൻ പോകുന്നത് ഡാർക്ക് മാൻ എന്നാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിറക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.